ഇന്ന് വരെ ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല ഞാനല്ലാതെന്നാ. അങ്ങനെ മൂപ്പർക്കായിട്ട് കുറെ വിഷയത്തിൽ സ്വന്തം അഭിപ്രായം ഉണ്ട്. അതിന് ഖുർആനും സുന്നത്തും പരിധിയ തെളിവ് കാണൂല എന്നാണ് പറഞ്ഞത്. അതിൽ പെട്ടാണ് ഞങ്ങൾക്ക് വായിച്ചു കളിപ്പിച്ചേരെ ചിലത്. 56-57 പേജ്, ഇതിന്റെ 56-57 പേജ് അലി തൻതാവിയുടെ ലേഖനത്തിൽ നിന്ന് ഞങ്ങൾക്ക് വായിച്ചു കളിപ്പിച്ചേരെ കേട്ടോളൂ. ഒരു വാചകം 56-ാമത്തെ പേജ്. അദ്ദേഹം നോക്കൂ, അതോടൊപ്പം അദ്ദേഹം നിരൂപണ വിധേയനാണ്. ഓരോ കാര്യത്തിലും സ്വന്തമായിട്ടൊരു നിരൂപണം. ഫിഖിൽ മദ്ഹബുകളുടെ ഇമാമുകളുടേതിൽ നിന്ന് ഭിന്നമായ ചില ഇജ്തിഹാദുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നിട്ട് അലി തൻതാവി പറയാൻ ആ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെതല്ല, അവരുടെ അഭിപ്രായമാണ് ശരി. നിങ്ങൾ മനസ്സിലാക്കണം, മൗദൂദി സാഹിബ് സ്വന്തമായി ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആളായിരുന്നു. പ്രമാണങ്ങൾ നോക്കാതെ തന്നിഷ്ടത്തിനൊത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. ചില പദങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ എഴുതിയ പുസ്തകത്തിൽ തന്നെ അലി തൻതാവി പറയുന്നു. അടുത്ത വാചകം സൂറത്ത് യൂസുഫിലെ ഒരു പരാമർശം, ആ പരാമർശത്തെ പറ്റി പറയുന്നിടത്ത് സൂറത്ത് യൂസുഫിലെ 23-ാമത്തെ ആയത്തിൽ എന്നിട്ട് എന്റെ അവിടെ റബ്ബ് എന്നുപയോഗിച്ച പദം അതിനെ സംബന്ധിച്ച് എന്റെ യജമാനൻ എന്നർത്ഥത്തിൽ അവിടുത്തെ ഭരണാധികാരിയാണ് യൂസുഫ് നബി ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹം പറയുന്നത് പ്രപഞ്ചനാഥനെ കുറിച്ച് ആ അർത്ഥത്തിൽ റബ്ബ് എന്നാണ് മൗദൂദി സാഹിബ് മനസ്സിലാക്കിയത്. അതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നു, അങ്ങനെ ഒരു വാദം മൗദൂദി സാഹിബിൻ്റെത് ശരിയല്ല, അത് അദ്ദേഹത്തിന് ആ പദത്തിന്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് വിശദീകരിക്കുന്നു. അതോടൊപ്പം പല കാര്യങ്ങളിലും മറ്റൊന്ന് റബ്ബ്, ഇബാദത്ത്, ദീൻ എന്നിവയുടെ അർത്ഥം വിശദീകരിക്കാൻ മൗദൂദി ധരിച്ച ഖുർആൻ വചനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പരസ്പരം വ്യത്യാസപ്പെടുന്നത് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കണ്ടോ, അലി തൻതാവി എന്ന വിഖ്യാതനായ ലോകമറിയപ്പെടുന്ന ഒരു പണ്ഡിതന് പോലും മൗദൂദി സാഹിബ് ഉദ്ധരിച്ച ഇലാഹ്, ഇബാദത്ത് തുടങ്ങിയുള്ള പദങ്ങളിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പോലും കഴിയാത്ത വിധം തന്നിഷ്ടത്തെ പിൻപറ്റിയ സ്വന്തം അഭിപ്രായം പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ മൗദൂദി സാഹിബ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഖുതുബാത്ത് ഞാൻ ആലോചിക്കാറുണ്ട്. മുജാഹിദുകൾക്കൊരു ഒരു മെച്ചുണ്ട്, ഒരു സന്തോഷവും. എന്താ? ജമാഅത്തേരെ നിങ്ങളെ പ്രധാന കിതാബ് ഖുതുബാത്ത്, തബ്ലീഗാരോ ഫളായിലെ നമാസ്, സുന്നികളോ ഖുതുബിയത്ത്, മുജാഹിദോ അള്ളാന്റെ ഖുർആൻ, റസൂലിന്റെ സുന്നത്ത്. ഞങ്ങൾക്കൊരു പ്രത്യേക ആളെ കിതാബ് കച്ചത്തിൽ വെച്ച് നടക്കാനില്ല. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ട്. എന്താ? നിങ്ങൾക്ക് ഖുത്ബാത്ത്, മൗദൂദിന്റെ ഖുത്ബാത്ത് സമാഹാര, ഇബ്നു നബാത്തത്തുൽ മിസ്രിന്റെ ഖുത്ബ, ഈ രണ്ട് പ്രസ്ഥാനത്തിന്റെ മെമ്പറിൽ ചെന്ന ഇതാരതാ? അത് മൗദൂദി നടത്തിയ ഖുത്ബ. ഇതാരാ? ഇബ്നു നബാത്തത്തുൽ മിസ്രി നടത്തിയോ. മുജാഹിദിന്റെ പള്ളിയിൽ വന്നു, ഇതെന്താ? ഇത് അള്ളാന്റെ ഖുർആൻ. കണ്ടിട്ടില്ലല്ലേ അള്ളാന്റെ ഖുർആൻ? അതിലാണ് കേട്ടോ ഞങ്ങളെ ഖുത്ബ എന്ന് നിങ്ങൾ കേട്ടോളീൻ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ നേതാക്കന്മാരെടുത്തിയ ഖുത്ബ. അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാവ് 500 ഖുത്ബ നടത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഖുത്ബ ക്രോഡീകരിച്ചിട്ടില്ല. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ഈ പുസ്തകത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ മൗദൂദി സാഹിബ് പറയുന്നത് കേട്ടോടി, ഈ വിഷയവുമായി ഖുർആൻ എവിടെ വിയോജിക്കുന്നു എന്ന് പരിശോധിക്കാൻ. ഓരോ കാര്യത്തിലും ഇങ്ങനെ കേട്ടോളൂ. ഇതിന്റെ 394-ാമത്തെ പേജ്. ഈ പരമാർത്ഥം നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പരിഷ്കരിക്കുവാനും മനുഷ്യലോകത്തെ നാശകർത്തത്തിൽ വീണ്ടെടുത്ത് വിജയ സൗഭാഗ്യത്തിലൂടെ നയിക്കുവാനും ഭരണദൂഷ്യത്തെ നന്നാക്കിയല്ലാതെ ഗത്യന്തരമില്ലെന്ന പരമാർത്ഥം നിങ്ങൾക്ക് നിഷ്പ്രയാസം ഗ്രഹിക്കാനാവുന്നതാണ്. ജനങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ച സ്ഥലങ്ങളിൽ വ്യഭിചാരത്തിനെതിരായി എത്ര ഉപദേശങ്ങൾ നൽകിയാലും ആ നീചകർമ്മം നിന്നു പോകുക സാധ്യമല്ലെന്ന് ഏവർക്കും ഗ്രഹിക്കാവുന്നതാണ്. എന്നാൽ ഭരണാധികാരം കരസ്ഥമാക്കി, ശ്രദ്ധിച്ചോളൂ, മൗദൂദിയുടെ വാക്കാണ്, ഭരണാധികാരം കരസ്ഥമാക്കി ബലം പ്രയോഗിച്ച്, എന്റെ വകയല്ല, കേറി വന്നു നോക്കാം, ബലം പ്രയോഗിച്ച് അതിനെ നിർത്തുന്നതായാൽ ജനങ്ങൾ ക്രമേണ ഹറാമായ മാർഗങ്ങൾ ഉപേക്ഷിച്ച് ഹലാലായ മാർഗങ്ങൾ കൈക്കൊണ്ടു തുടങ്ങുന്നതാണ്. മദ്യപാനം, ചൂതുകളി, പലിശ, കൈക്കൂലി, മ്ലേച്ഛം, നിന്ദ്യമായ കളിതമാശകൾ, നിർലജ്ജമായ വസ്ത്രധാരണം, സാൻമാർഗിക ബോധത്തെ തീരെ നശിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എന്നിങ്ങനെ നിഷിദ്ധ സംഗതികളെ വെറും സതുപദേശം കൊണ്ട് മാത്രം ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിജയം അസാധ്യമാണ്. കണ്ടോ, ഇസ്ലാമിനെതിരാ പറയുന്നത്, നബി നടത്തിയ വിപ്ലവത്തിനെതിരായി പറയുന്നത്. അടുത്ത വാചകം കേട്ടോളൂ. എന്നാൽ ഭരണാധികാര ശക്തി ഉപയോഗിച്ച് ഇത്തരം സകല വിപത്തുകളെയും ധൂലീകരിക്കാവുന്നതാണ്. ഇനി ഞങ്ങളോട് ചോദിക്കണം, ഈ പറഞ്ഞ ഒരൊറ്റ കാര്യമായിട്ട് ഇസ്ലാമിന് ബന്ധമല്ല. ഒരു വിഷയത്തിലും ഈ പറഞ്ഞത് ആയത്തിന്റെ സ്വന്തം അഭിപ്രായമാണ്, മൗദൂദിയുടെ സ്വന്തം അഭിപ്രായം. ഖുർആനിലോ സുന്നത്തിലോ ഇതിന് പിൻബലമില്ല, ഈ വാദത്തിന് പിൻബലമില്ല. എന്തുകൊണ്ട്? മദ്യപാന നബി എങ്ങനെ നിർത്തലാക്കി? ഒറ്റ ആയത്ത് മദീനയിൽ ഓതി കൊടുത്തു, സൂറത്ത് മാഇദയിലെ 90-ാമത്തെ ആയത്ത്. അപ്പോ
അനസിനോട് ചോദിച്ചു. അബൂതല്ലത്തുൽ അൻസാരി അബ്കാരി കോൺട്രാക്ടറായിരുന്നു. അബ്കാരി കോൺട്രാക്ടറായ അബൂതല്ലത്തുൽ അൻസാരി ചോദിച്ചു, മോനെ എന്താ കേൾക്കണ ചോദിച്ചു. അങ്ങനെ ആ കുട്ടി വെറുതെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരാളൊരായത്ത് ഇങ്ങനെ ഓതിപ്പോകുന്നു. ആയത്തിന്റെ അർത്ഥം എന്താ? മദ്യം നിങ്ങൾക്ക് നിരോധിച്ചു, ചൂതാട്ടവും പലിശയും ഒക്കെ നിങ്ങൾക്ക്, പിന്നെ അതുപോലെ ലോട്ടറിയും ഒക്കെ നിങ്ങൾക്ക് നിരോധിച്ചു. അപ്പൊ അനസ് റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു അബൂതല്ലത്തുൽ അൻസാരിയോട്, മദ്യം നിരോധിച്ചു കൊണ്ടുള്ള ആയത്താണ്. ഓഹോ, ആയത്തിറങ്ങില്ലേ, എന്നാ അങ്ങെടുത്ത കോടാലിയറിന്. എന്നിട്ട് ആ മദ്യത്തിന്റെ ചഷകങ്ങളൊക്കെ തല്ലി ഉടച്ച് തരിപ്പണമാക്കി. അവിടെ ഇരുന്ന ആളുകൾ ഷട്ടിൽ മദ്യം ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തു. വേറെ ചില ആളുകൾ വായിലേക്ക് കൈ ഇട്ടിട്ട് കഴിച്ച മദ്യം പുറത്തേക്ക് കളഞ്ഞു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മൗദൂദ് സാഹിബ് ഏത് കണ്ണുകൊണ്ടാണ് ഇസ്ലാമിനെ പഠിച്ചത്? ഏത് കണ്ണുകൊണ്ടാണ് അദ്ദേഹം ദീനിനെ പഠിച്ചത്? ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന്റെ ഹൃദയം ഇരുട്ടിലായിരുന്നു, അദ്ദേഹത്തിന്റെ കൽബ് ഇരുട്ടിലായിരുന്നു. ഘോരമായ അന്ധകാരത്തിൽ പിടിപെട്ട മനുഷ്യനായിരുന്നു മൗദൂദി സാഹിബ്. അദ്ദേഹത്തിന് ഇസ്ലാമിനോട് കൂറില്ല, ദീനോട് കൂറില്ല. ഇസ്ലാം കുറെ വിളമ്പിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഇസ്ലാമിന് വിരുദ്ധവുമായിരുന്നു. മദ്യപാനം നിർത്തലാക്കിയത് അധികാരം കൊണ്ടല്ല, പ്രസംഗിച്ചിട്ടാണ്. ആയത്ത് അങ്ങോട്ട് ഓതി കൊടുത്തിട്ടാണ്, ആയത്ത് ഓതിയിട്ടാണ് മദ്യപാനം. ഇനി നോക്കൂ, മക്കം ഫത്തഹിന്റെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശ നിരോധിച്ചുകൊണ്ട് സൂറത്ത് ബഖറ 278 ആയത്ത് ഇറങ്ങിയപ്പോ നബി ആയത്ത് അങ്ങോട്ട് ഓതി കൊടുത്തു. അപ്പൊ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് സദസ്സിൽ അങ്ങോട്ട് എണീച്ച് ചോദിച്ചു, അല്ല പലിശ നിരോധിച്ചു പറഞ്ഞു. ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു അറിയുന്നത്? നബി ഇങ്ങനെ ബൈത്തുൽ സ്വത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് കണ്ടിട്ട്, മുഹമ്മദേ ഈ സ്വർണ്ണാഭരണമൊക്കെ ഞാൻ എടുത്തോട്ടെ ചോദിച്ചു. അപ്പൊ നബി ഒരു തമാശക്ക് പറഞ്ഞു, നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന എടുത്തോളൂ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചെയ്ത പണിയാണ് നിങ്ങള്, വലിയൊരു ചാക്ക് കൊണ്ടുവന്നിട്ട് മുഴുവൻ സ്വർണ്ണ നാണയവും എന്നിട്ട് പറഞ്ഞു ഒന്നിങ്ങ് പൊക്കിയിട്. അപ്പൊ നബി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എടുക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നിട്ട് അദ്ദേഹം വീണ്ടും കുറെ അങ്ങോട്ട് പുറത്തേക്ക് വാരിയിട്ടു. എന്നിട്ട് പറഞ്ഞു ഒന്നുകൂടെ അങ്ങ് പൊക്കിയിട്. അപ്പോഴും പൊങ്ങില്ല, വീണ്ടും എടുത്തിടാൻ പറഞ്ഞു. അവസാനം അദ്ദേഹം ഒരുപാട് തവണ ആ നാണയം ഇങ്ങോട്ട് പുറത്തെടുത്തിട്ട് ബാക്കി എങ്ങനെ കൊണ്ടുതരോ, വലിച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ നിരങ്ങിയാ പോയത്. അത് കണ്ടിട്ട് നബി പറഞ്ഞു, കണ്ടോ ദുനിയാവിനോട് സ്വത്തിനോട് ആർത്തിയുള്ള മനുഷ്യനെ കണ്ടോ, ആ മനുഷ്യനില്ല